എന്നും ഓരോ കാര്യം പറഞ്ഞ് നീ ഇങ്ങോട്ട് തന്നെ വരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കെൻ്റെ ജ്യേഷ്ഠന്മാരോടല്ലാതെ സ്വന്തം ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പെങ്ങളുടെയും കാര്യം പറയാൻ പറ്റുമോ? നാട്ടുകാരുടെ മുമ്പിൽ തെണ്ടാൻ ഇറങ്ങണോ? അതോ ഉമ്മയുടെ ഫോട്ടോ കൊടുത്ത് കനിയുള്ളവരെ കനിയൂ എന്ന് സഹായം അഭ്യർത്ഥിച്ച് പത്രത്തിൽ പരസ്യം ചെയ്യണോ? അതോ പലിശക്ക് കടം വാങ്ങണോ? നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഇക്കാനെ കണ്ടില്ലേ? ബാപ്പ പോയി കണ്ടിരുന്നു. എന്നിട്ടെന്താ പറഞ്ഞത്? പണ്ടവും പണവും കൊടുത്ത് പെങ്ങളെ കെട്ടിക്കണ്ടാന്ന്. അല്ലെങ്കിലും അതാണല്ലോ അതിൻ്റെ ശരി. ആ ശരിയും കൊണ്ട് എത്ര കാലം നടക്കും? സജനാക്ക് വയസ്സ് 22 ഇതുവരെ വന്നവർക്കൊക്കെ വേണം പണ്ടവും പണം. ഇപ്പോൾ വന്ന ടീം 30 പവൻ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പണം വേണ്ട. ആ 30 പവൻ എങ്ങനെ ഉണ്ടാക്കും സിറാജെ? നീയും ഇക്കയും വിചാരിച്ചാൽ അതിനൊന്നും ഒരു പ്രയാസമില്ല. പെങ്ങളെ ഞങ്ങളെ രണ്ടാളുടെയും തല കെട്ടിവെച്ച് നീ തടിയൂരുന്നത് ശരിയല്ല. പറമ്പിലെ വരുമാനം മുഴുവൻ നീയല്ലേ എടുക്കുന്നത്. ഞാനതിൻ്റെ കണക്കൊന്നും ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഓരോ പ്രാവശ്യവും നീ ഓർമ്മപ്പെടുത്തുന്ന പറമ്പിലെ പിരിവിൻ്റെ കണക്ക് നിനക്കൊന്ന് പരിശോധിച്ചുകൂടെ? 24 സെൻറ്റ് സ്ഥലം, 4 തെങ്ങ്, 13 കഴുങ്ങ്, 5 വാഴ, പിന്നെ ചില്ലറ ചേമ്പും മഞ്ഞളും. ഇതല്ലേ നീ എപ്പോഴും പറയുന്ന പറമ്പിലെ പിരിവ്? അതിൻ്റെയൊക്കെ കണക്ക് ഒരിക്കൽ നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇനി വീടിൻ്റെ കണക്ക് കൂടി പറയാം. മരമൊക്കെ ചെതലരിച്ച് ഏത് നിമിഷവും തലയിൽ വീഴാൻ പാകത്തിലാണ് വീട് നിൽക്കുന്നത്. ശക്തമായൊരു കാറ്റടിച്ചാൽ മതി 5-6 മയ്യത്തുകൾ ഒരുമിച്ച് കിട്ടും. അതിനുള്ള വെള്ളത്തുണിയെങ്കിലും കണക്ക് പറയാതെ വാങ്ങിക്കൊടുക്കണം രണ്ടാളും. നിങ്ങളൊക്കെ ഒന്നും തരില്ല എന്നറിഞ്ഞിട്ടും വീണ്ടും ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇരക്കാൻ വരുന്നത് എൻ്റെ ബാപ്പ നിങ്ങളുടെ മുമ്പിൽ തല കുനിക്കരുതെന്ന് ഓർത്തിട്ടാ. ഇനി മേലിൽ സിറാജ് ആണാണെങ്കിൽ നിന്റെ ഒന്നും ഔദാര്യം ചോദിച്ച് ഈ മുറ്റത്ത് കാല് കുത്തില്ല. പിന്നെ ഇത്രയും കാലം ഞാൻ സംരക്ഷിച്ച എൻ്റെ പെങ്ങളെ കല്യാണം ഞാൻ തന്നെ നടത്തും. നീ എപ്പോഴും കണക്ക് ചോദിക്കുന്ന ആ 24 സെന്റ് ഭൂമിയില്ലേ, അതിലെ 10 സെന്റ് വിറ്റിട്ടെങ്കിലും. പിന്നെ മഹാന്മാരായ 2 മക്കൾക്ക് ജന്മം നൽകിയ 2 പാവം മനുഷ്യരുണ്ട് അവിടെ നരകിച്ച് കഴിയുന്നു. അവരറിയാതെ ഒന്ന് പ്രാർത്ഥിച്ചു പോയാ തകർന്ന് വീഴും നിന്റെയൊക്കെ സ്വപ്ന സാമ്രാജ്യം. നിന്റെ ഭാര്യയോടും പറഞ്ഞേക്ക്. വഴക്ക് പറഞ്ഞ് ആരെയും നന്നാക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ അനുഭവത്തിൽ പഠിച്ച കാര്യം അത്. 1-2 ആൾ ചിലപ്പോൾ നന്നായി എന്ന് വരാം, പക്ഷെ അത് ആദ്യം തന്നെ അറിയാം. മനാഫിനെ വഴക്ക് പറഞ്ഞ് നന്നാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ നാശത്തിലായിരിക്കും അത് കലാശിക്കുക. പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ആർക്കും അത് ഇഷ്ടാവൂല, അതും മക്കളുടെ മുമ്പിൽ വെച്ച്. എന്താ ചെയ്യപ്പ? വീണ്ടും വീണ്ടും പറഞ്ഞു പോവാണ്. പുറത്തിറങ്ങിയാൽ അവനെക്കുറിച്ച് എന്തെല്ലാം കേൾക്കണം. ഞങ്ങളുടെ കാര്യം പോട്ടെ, ഉപ്പ നാട്ടുകാരുടെ മുമ്പിൽ ചെറുതാവുന്ന കാണുമ്പോഴാണ്. അതൊന്നും സാരല്ല മക്കളെ. നിങ്ങൾ വിചാരിച്ചാൽ അവനെ നന്നാക്കിയെടുക്കാൻ കഴിയും. എന്തായാലും നിങ്ങളുടെ ചോര തന്നെയല്ലേ അവനും. അത്ര മോശക്കാരനാകാൻ കഴിയുമോ അവന്? ഇന്ന് മുതൽ നിങ്ങൾ രണ്ടാളും ഓനോടൊരു സ്നേഹിതനെ പോലെ പെരുമാറണം. അതോടുകൂടി അവൻ്റെ മനസ്സ് മാറും. അല്ലുപ്പാ, നമുക്ക് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? വഴി വെച്ച് നടക്കുന്ന മക്കളെ നന്നാക്കാൻ പല രക്ഷിതാക്കളും നടത്തുന്ന ഒരു കുറുക്ക് വഴിയാണ് കല്യാണം. അതുകൊണ്ടുള്ള നേട്ടം എന്താ? ഒന്നുകിൽ ആ പെൺകുട്ടി കണ്ണീര് കുടിക്കും, അല്ലെങ്കിൽ അടിമയെപ്പോലെ ജീവിക്കണം. തൽക്കാലം ആ ഒരു പരീക്ഷണം വേണ്ട.